അയ്യോ എന്റെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഞാനും അജയ് ഒന്നിച്ചാണ് പോകുന്നത്. നല്ല ക്രോക്കഡൈൽ ഉണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഹൊയാനിലാണ്. ഇന്നലെ നമ്മൾ ദനാങ്ങിൽ നിന്ന് ഹൊയാനിലേക്ക് വന്നു. കാരണം ഇന്ന് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഹൊയാനിൽ വെച്ചിട്ടാണ്. നമുക്ക് ഇന്ന് ഒരു 3 to 4 കുട്ടി കുട്ടി ആക്ടിവിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ കോക്കനട്ട് വില്ലേജിൽ പോകും. അത് കഴിഞ്ഞിട്ട് ജാപ്പനീസ് ബ്രിഡ്ജ്, പിന്നെ ലാൻറ്റേൺ സ്ട്രീറ്റ്, പിന്നെ ഹൊയാൻ റിവർ സൈഡിൽ ഒരു ചെറിയൊരു ബോട്ട് റൈഡ്. അങ്ങനെ 2-3 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് കോക്കനട്ട് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. കോക്കനട്ട് വില്ലേജിലേക്ക് പോകുന്ന വഴി ഇവിടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് കോക്കനട്ട് വില്ലേജിൽ പോകുന്നതാണ്. But you know what, in this village we also have very special boat. We call the basket boat. It's been used in Vietnam more than 400 years already, and we use this one for catching calamari. We go around the village, we see the coconut village, and we can see somewhat people. They do some activity, very funny. They try to dance on the boat. I try to show you how the skill for spinning on the boat also. And one boat, we have maximum 2 members. 2 members, right? You see, that's all. And when you on the boat, please always keep your hand inside the boat, right? And you know why? If you put your hand outside, a lot of crocodile coming. Okay, come here, please. നമ്മളിതേ കോക്കനട്ട് വില്ലേജിലേക്ക് പോവാണ്. ഈശ്വര, ഞാനെല്ലാം കൂടെ കറുത്തു പോയോ? ഇല്ല, വെളുത്തിട്ടുണ്ട്. നമ്മളിതേ അപ്പോൾ കോക്കനട്ട് വില്ലേജിലേക്ക് പോവാണ്. ഗൈഡ് പറഞ്ഞ മാതിരി ഒരു ബോട്ടിൽ 2 ആൾക്കാരാണ്. സോ ഞാനും അജയ് ഒന്നിച്ചാണ് പോകുന്നത്. നല്ല ക്രോക്കഡൈൽ ഉണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. പൊതുവേ എനിക്ക് ഇങ്ങനത്തെ വെള്ളം ഭയങ്കര പേടിയാണ്, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷെ കുഴപ്പമില്ല, അജയ് ഉണ്ട്. അജയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നീന്താൻ അറിയാം. സോ ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നത് നമുക്കൊരു 1 hour ടൈമുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയിട്ടായിരിക്കും നമ്മൾ മിക്കവാറും പോകുന്നത്. അവർ പോകുന്ന പോലെ ആയിരിക്കും മിക്കവാറും പോകുന്നത്. നമ്മുടെ നാട്ടിലെ വട്ടവഞ്ചിയുടെ ഒരു ഇതാണ്. നമുക്ക് തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഈ തൊപ്പി മാറ്റിയിട്ട് ഈ തൊപ്പിയാണ് വെക്കാൻ പോകുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് കയറുമ്പം കുറച്ച് വെള്ളം ഇച്ചിരി എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ശരിക്കും അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാം. പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ എവിടെ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരാൾ ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിച്ചു. താങ്ക് യു. കോടയൊക്കെ തന്നിട്ടുണ്ട്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവര് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ചുമ്മാ നമ്മളെ കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്, പാട്ടൊക്കെ പാടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ചലോ 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 ചലോ. ഇപ്പൊ നമ്മളിതേ അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് ഇവർ ഈ ബോട്ടിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മളിതേ അങ്ങോട്ട് പോവാണ്. അയ്യോ, ദേ ഇപ്പൊ തന്നെ കണ്ടോ ആ കൊച്ചിനൊക്കെ എടുത്ത് പറപ്പിക്കുന്നത്. What your mind is telling you. Okay, Phun, he actually helped us with the photo and video. Thank you so much. പുതിയ ഫിഷർമാനെ കിട്ടിയിട്ടുണ്ട് വിയറ്റ്നാമീസിന്.
Fish? You need fish? അയ്യോ എന്റെ പൊന്നു ചേച്ചി തിരിക്കല്ലേ. നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു, അടിപൊളിയാണ്. ഫൈനലി ഇതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഇനി ഹൊയാൻ സിറ്റി ടൂറാണ്. നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഹൊയാൻ സിറ്റി ടൂറിനാണ് വന്നത്. ഹൊയാൻ ടൗണിലാണ് വന്നത്. ഫുൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതേ ഹൊയാൻ ഓൾഡ് ടൗണിലാണ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നത്. ഇവിടെ ഭയങ്കര ചീപ്പാണ് നമുക്ക്. പക്ഷേ ഇപ്പോൾ ഷോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം അവർ അലോ ചെയ്യും ഷോപ്പിങ്ങിനൊക്കെ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകും. അതെ, ടൂർ ഗൈഡ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡ് മൊത്തം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇവിടെ മൊത്തം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാം. ഡ്രസ്സ്, അതേപോലെ ആക്സസറീസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ സൈഡ് മുഴുവൻ വരുന്നത് വെജിറ്റബിൾസ് ആണ്. ഇതിൻ്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇവിടെ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ്. നമ്മുടെ നാട്ടിലെ ഇലയുടെ പോലെയുള്ള കുറേ എന്തൊക്കെയോ ഇലയിൽ കവർ ചെയ്തിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ആണ്. ഹൊയാൻ സിറ്റി ടൂർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചെറിയൊരു തിയേറ്റർ ഷോ എക്സ്പീരിയൻസ് ഉണ്ട്. വിയറ്റ്നാമീസ് കൾച്ചറിലുള്ള സോങ്സും അതേപോലെ ഡാൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തിയേറ്റർ ഷോ എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് ഷോ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു 1 hour ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് സൈക്കിൾ റെൻ്റ് എടുക്കുക ചെയ്തത്. 70 VND ആണ് ആ പയ്യൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ എടുക്കുന്നതുകൊണ്ട് 50 VND ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ സൈക്കിളിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം ക്യാമറയും പിന്നെ അതേപോലെ ഡ്രോണും എല്ലാം കൂടെ ബാഗിൻ്റെ അകത്തുള്ളതുകൊണ്ട് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ബാഗ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അജയ്ക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം ഞാൻ കുറച്ച് നേരം സൈക്കിളിൽ കൂടിയിരുന്നു. ഇപ്പം അവനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുക. നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ വീഗൻ കഫേ കണ്ടുപിടിച്ചു. ബ്യൂട്ടിഫുൾ കഫേയാണ് കേട്ടോ. ഇതാണ് അജയ് ഓർഡർ ചെയ്ത വീഗൻ സ്റ്റേക്ക്. ഇത് ടോഫു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബർഗറും ടോഫു വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ പറഞ്ഞ്. നല്ല വിശപ്പ്, എന്തായാലും കഴിക്കട്ടെ. നമുക്ക് ഓൾറെഡി ഡിന്നർ ഉണ്ട്, പക്ഷേ ഡിന്നറിൽ ചിലപ്പോൾ വീഗൻ ഓപ്ഷൻ ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അടിപൊളിയാണോ? വീഗൻ ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ടോഫു ആണ്. അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ സോസും ആ മിക്സും ഒരു രക്ഷയില്ലാത്ത മിക്സാണ്. വിയറ്റ്നാമിൽ വന്നിട്ട് വീഗൻ യമ്മി. നമ്മളിപ്പോൾ ബോട്ട് റൈഡിൽ പോവുകയാണ്. അതേപോലെ ഇവിടെ നമുക്ക് ലാൻറ്റേൺ ഒക്കെ എന്താ പറയുക കത്തിച്ചിങ്ങനെ മുകളിലേക്ക് പറപ്പിക്കാന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നല്ല റിവറിലാണ് ഒഴുക്കി വിടാന്നാ പറഞ്ഞ്. മുകളിലേക്ക് വിടാൻ പറ്റത്തില്ല, നമുക്കത് ലാൻറ്റേൺ കത്തിച്ച് റിവറിൽ ഒഴുക്കി വിടാം. അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുണ്ട്. നമ്മുടെ ലാൻഡേൺ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലാൻഡേൺ ചെയ്യുന്നത്. നമുക്ക് തായ്ലാൻഡിൽ പോയ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ ഫസ്റ്റ് ടൈം വിയറ്റ്നാമിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും നല്ല ടെൻഷനുണ്ട്, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടണം. എനിക്ക് നീന്താൻ ഒട്ടും അറിയത്തില്ല. അജയ്ക്ക് ആകെ വിയറ്റ്നാമീസ് ലാംഗ്വേജിൽ അറിയാം സിങ്ചാവോ എന്നാണ്. എല്ലാരും എടുത്ത് അജയ് സിങ്ചാവോ എന്ന് പറയും. ആ കമോന്നും അറിയാം. പിന്നെ എനിക്ക് എന്ത് ഇവരുടെ ലാംഗ്വേജിൽ ഞം ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ലി എന്നാണ്, വേഗം വേഗം എന്നുള്ളത്. നമ്മുടെ ഭാഷയിൽ ഞം ഞം എന്ന് പറഞ്ഞാൽ ഞം ഞം നല്ലോണം കഴിച്ചോ സീനല്ലേ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അജയ് ഇവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പോവാണ്. അവിടെ നല്ല കിടിലൻ സൺസെറ്റ് ആണ്. എന്തായാലും ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഒരുപാട് ഡ്രോണുകൾ പറക്കുന്നുണ്ട്. ഇത് വേറെ ആരുടെയോ ഡ്രോണാണ്. കുറേ ലൈറ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ. ഇത് ആക്ച്വലി നമ്മുടെ ഡ്രോൺ അല്ല. നമ്മുടെ ഡ്രോൺ എവിടേക്കോ പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് അജയ് ഡ്രോൺ ഫ്ലൈ ചെയ്തു. കണ്ട നിങ്ങൾ കണ്ട. സോ നമ്മൾ നമ്മുടെ ലാൻറ്റേൺ കത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. രാത്രി ആയപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയും എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചിവിടെ നമ്മുടെ ഹോട്ടലിൽ എത്തിയതാണ്. ഇന്ന് ശരിക്കും അടിപൊളിയായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്, നമ്മുടെ കേരളത്തിനെക്കാട്ടും ചൂടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ ഫുള്ള് ടാനായി. പക്ഷെ ടാൻ ആയതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം പൊതുവെ ഞാൻ അങ്ങനെ കൂടുതൽ സൺസ്ക്രീനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് സൺസ്ക്രീൻ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും എന്താ പറയുക കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണെങ്കിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് പിമ്പിൾസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. വളരെ കുറച്ച് പ്രോഡക്ട്സും വളരെ മിനിമൽ മേക്കപ്പ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴും. ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ചൂടും പിന്നെ അതേപോലെ നല്ല രീതിയിൽ വേർപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ. ഡാൻഡ്രഫിൻ്റെ പ്രശ്നമാണോ ഇച്ചിങ് ആണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പണ്ട് മുതലേ റെഗുലറായിട്ട് എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം ഞാൻ ഹോട്ടൽ മസാജ് ചെയ്യാറുണ്ട്. എൻ്റെ ഹെയറിന് മാത്രമാണ് ഞാൻ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറ് സ്കിന്നിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഹോട്ടൽ മസാജും കാര്യങ്ങളൊന്നുമില്ല. അവർ നല്ല രീതിയിൽ ഹെയർ നമുക്ക് വാഷ് ചെയ്യും, പിന്നെ കുറച്ച് നേരം മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അജയ് എന്തെങ്കിലും മസാജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അജയ് പറഞ്ഞു നാളെയും കുറേ നടക്കാനുണ്ട്, നാളെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് മസാജ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇവിടെ പിന്നെ ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് കമ്പയർ ടു നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ. ഇതൊക്കെ ഭയങ്കര ചീപ്പാണ്, നല്ല രീതിയിലുള്ള സർവീസുമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് കുളിച്ചിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഹോട്ട് ഓയിൽ മസാജിന് പകരം ഇവർ ഷാമ്പു ഇട്ടിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതായത് എണ്ണ യൂസ് ചെയ്യത്തേയില്ല. പക്ഷെ നല്ല കിടിലം മസാജ് ചെയ്തു. എനിക്ക് ആ തലയ്ക്കകത്തല്ല തലയുടെ അവിടെയുള്ള ഇച്ചിങ്ങും ഡാൻഡ്രഫിൻ്റെയും കാരണം ഭയങ്കര ചൂടും വേർപ്പും എല്ലാം ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. സൂപ്പർ മസാജ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം. ഇനി നേരെ പോയിട്ട് എനിക്ക് കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.